നമസ്കാരം, ഭാരത് ലീവിലേക്ക് സ്വാഗതം. തമിഴ്നാട് രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കാൻ പോകുന്ന പേര് തമിഴക വെട്രിക്കഴകം. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ഈ പാർട്ടി പ്രഖ്യാപനമാണ് ഇപ്പോൾ നടന്നത്. രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെക്കുന്ന വിജയ് പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൊട്ടുമുമ്പായാണ് വിജയുടെ ആരാധകർ സംഘടനയായ വിജയ് മക്കൾ ഇയക്കം എന്ന പാർട്ടി രൂപീകരിച്ചത്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ച് നീങ്ങാനാണ് വിജയ് ഒരുങ്ങുന്നത്. രാഷ്ട്രീയ പാർട്ടിയുടെ വിവരങ്ങൾ വിജയ് തന്നെ തന്റെ സമൂഹ മാധ്യമങ്ങളിലൂടെ കുറിപ്പ് ആയി പങ്കുവെക്കുകയും ചെയ്തു. ഈ മാസം ആദ്യ ആഴ്ച തന്നെ പാർട്ടിയുടെ ഔദ്യോഗിക പതാകയും പുറത്തിറക്കും. തമിഴ്നാട്ടിൽ വൻ ആരാധക വൃന്ദമുള്ള താരമാണ് വിജയ്. നിരവധി സാമൂഹ്യ പ്രവർത്തനങ്ങളിലും താരത്തിന്റെ ആരാധകരുള്ള അവരുടെ സംഘടനയായ അതായത് ഫാൻ അസോസിയേഷനായ വിജയ് മക്കൾ ഇയക്കം പങ്കെടുക്കാറുണ്ട്. സൂചനകളിലൂടെ വിജയ് പലപ്പോഴും വിനിമയം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ രാഷ്ട്രീയ പ്രസ്താവനകളായാണ് ആരാധകർ ഏറ്റെടുത്തിട്ടുള്ളതും ചർച്ചയാക്കിയതും. സിനിമകളുടെ പ്രൊമോഷണൽ വേദികളിൽ വരെ വിജയിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനം സംബന്ധിച്ച് തന്നെയായിരുന്നു. വിജയുടെ രാഷ്ട്രീയ പ്രവേശനം ഫെബ്രുവരി ആദ്യവാരം ഉണ്ടായേക്കുമെന്നും പാർട്ടിയുടെ പേരും കൊടിയും ഒക്കെ അന്ന് പുറത്തിറക്കുമെന്നും ഒക്കെ നേരത്തെ തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. തമിഴ്നാട്ടിലുടനീളം ആൾബലമുള്ള സംഘടനയാണ് വിജയ് ആരാധക സംഘമായ വിജയ് മക്കൾ ഇഴക്കം. തമിഴ്നാട്ടിലെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലെയും വിജയ് മക്കൾ ഇഴക്കം ഭാരവാഹികളുമായി കഴിഞ്ഞ വർഷം ചെന്നൈയിൽ വിജയ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നിർധന വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് സൗകര്യം നൽകുന്ന ട്യൂഷൻ സെന്ററുകൾ വിജയ് മക്കൾ ഇഴക്കം ആരംഭിച്ചിരുന്നു. കർഷകർക്ക് സൗജന്യമായി കന്നുകാലികൾ നൽകാനുള്ള പദ്ധതിയും വിജയ് ആരംഭിച്ചതായി റിപ്പോർട്ടുകൾ എത്തിയിരുന്നു. വേദിയിൽ ഇത് സംബന്ധിച്ച ചോദ്യത്തിന് നേരിട്ട് മറുപടി പറഞ്ഞില്ലെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സജീവ രാഷ്ട്രീയത്തിലേക്ക് എത്തുമെന്ന സൂചന വിജയ് നൽകി കഴിഞ്ഞു. തമിഴകത്ത് രാഷ്ട്രീയവും സിനിമയും രണ്ടല്ല. MGR, കരുണാനിധി, ജയലളിത അടക്കമുള്ളവരുടെ തൊട്ടുമുന്നുള്ളവരുടെ അനുഭവം പറയുന്നതാണ്. നേരത്തെ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് രാഷ്ട്രീയത്തിലിറങ്ങാൻ ഒരുങ്ങി, എന്നാൽ അനാരോഗ്യം മൂലം പിന്മാറുകയായിരുന്നു. ഇപ്പോൾ അദ്ദേഹം രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വന്ന് രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ പ്രാണപ്രതിഷ്ഠയ്ക്ക് വന്നതും വലിയ ചർച്ചയാവുകയും ചെയ്തു. കമൽഹാസന്റെ പാർട്ടിയാവട്ടെ എവിടെയും എത്തിയതുമില്ല. ആ സാഹചര്യത്തിലാണ് വിജയ് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുമ്പോൾ DMK സഖ്യം, അണ്ണാ DMK സഖ്യം, BJP, കോൺഗ്രസ് എന്നിങ്ങനെ ചിതറിക്കിടക്കുന്ന തമിഴ്നാട് രാഷ്ട്രീയത്തെ എങ്ങനെ ബാധിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചോദിക്കുന്ന ചോദ്യം. വിജയ് എന്ന താരത്തിന്റെ ഇമേജ് വോട്ടായി മാറിയാൽ ചതുഷ്കോണ മത്സരത്തിൽ ആര് മുന്നേറുമെന്നതും ഇപ്പോൾ ചർച്ചാ വിഷയമാണ്. തമിഴ്നാട് കൂടാതെ പുതുച്ചേരി, കേരളം, ആന്ധ്ര, കർണാടകം എന്നിവിടങ്ങളിലെ ആരാധക സംഘടനാ നേതാക്കളുമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് സാധ്യത കുറവാണെന്ന സൂചനകൾ ഇപ്പോൾ വരുന്നു. പകരം ഏതെങ്കിലും ഒരു സഖ്യത്തിന് പിന്തുണ നൽകുന്നതിനെ കുറിച്ചും ഇവർ ആലോചിക്കുന്നുണ്ട്. സിനിമകളിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചതിന്റെ പേരിൽ ശക്തമായ പ്രതിഷേധം നേരിടേണ്ടി വന്ന വിജയ് BJP അനുകൂല നിലപാടെടുക്കാനുള്ള സാധ്യത വിരളമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. നേരത്തെ കോൺഗ്രസുമായി അടുപ്പമുണ്ടായിരുന്നെങ്കിലും മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്ത് നിലപാടെടുക്കുമെന്നതിലും വ്യക്തതയില്ല. നിലവിൽ തമിഴ്നാട്ടിൽ BJPയും AIADMKയും അകൽച്ചയിലാണ്. അതിനാൽ തന്നെ AIADMKയ്ക്ക് പിന്തുണ നൽകാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത്. തമിഴ്നാട്ടിൽ അണ്ണാ DMKയുമായും പുതുച്ചേരിയിൽ NR കോൺഗ്രസുമായും സഖ്യമുണ്ടാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. പുതുച്ചേരി മുഖ്യമന്ത്രി N രംഗസ്വാമിയെ കഴിഞ്ഞ വർഷം വിജയെ വീട്ടിലെത്തി സന്ദർശിച്ചതിന് പിന്നാലെയാണ് NR കോൺഗ്രസ് സഖ്യം സംബന്ധിച്ച പ്രചരണം നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറുമായി വിജയ് രഹസ്യ കൂടിക്കാഴ്ച നടത്തിയതായി വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. ഏതായാലും എന്ത് തീരുമാനമാകും വിജയ് എടുക്കുക എന്നത് കാത്തിരുന്ന് തന്നെ കാണണം.